അസ്സലാമു അലൈക്കും. ഞാൻ ഷമീർ ഉസ്താദ്. ഇപ്പോൾ ലോകം മൊത്തം ഒരു യുദ്ധത്തിൻ്റെ കരിനിഴലിലാണ്. ഏത് നിമിഷവും ഒരു വലിയൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാം. ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് ചിലപ്പോൾ ഒരു മൂന്നാം ലോക മഹായുദ്ധമായി മാറാനും സാധ്യതയുണ്ട്. എന്നാൽ യുദ്ധം നടക്കണം എന്നുള്ളൊരു അഭിപ്രായക്കാരാണ്. കാരണം എവിടെ അന്യായമുണ്ടോ അത് അന്യായത്തിനെതിരെ പ്രതികരിക്കണം. യുദ്ധം ഒരിക്കലും നല്ലതിനല്ലെങ്കിലും യുദ്ധം എപ്പോഴും വിനാശം ഉണ്ടാക്കുകയുള്ളൂ. വിജയിക്കുന്ന രാജ്യത്തിനായാലും തോൽക്കുന്ന രാജ്യത്തിനായാലും. മനുഷ്യരാശിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തമ്മിലടിച്ച് ചാവുക എന്നുള്ളതാണ്. പക്ഷേ എവിടെ അന്യായമുണ്ടോ അവിടെ യുദ്ധം നടക്കണം. അന്യായത്തിനെതിരെ പ്രതികരിക്കണം. എന്നു വെച്ചാൽ പ്രതികരിക്കാതെ ഒരു സമൂഹം മറ്റൊരു സമൂഹത്തിൻ്റെ അടിമയായി നൂറ്റാണ്ടുകളോളം കഴിയുക എന്നത് ശരിയല്ലല്ലോ. നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു വിഭാഗം സവർണർ മറ്റൊരു വിഭാഗത്തെ അവർണരെ അടിമകളാക്കി വെച്ച് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ ഇത് പറയുമ്പോൾ ഞാൻ മനുഷ്യരെല്ലാം തുല്യരായി കരുതുന്ന ആളാണ്. മനുഷ്യരെല്ലാം തുല്യരാണ്. ആരും ആരെക്കാളും ജന്മം കൊണ്ട് ഉയർന്നവരൊന്നുമല്ല. ഈ കേരളത്തിലേക്ക് വന്ന ആര്യന്മാർ തദ്ദേശീയരായ ഈ ദ്രാവിഡരെ അടിമകളാക്കി. ഈ ദ്രാവിഡരെന്ന് പറഞ്ഞാൽ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. പക്ഷേ അവരെ അടിമകളാക്കി. പക്ഷേ അവർ പ്രതികരിച്ചില്ല. ഈ ദ്രാവിഡർ പൊതുവേ ശാന്ത സ്വഭാവക്കാരാണ്. അവർ യുദ്ധത്തിലൊന്നും താല്പര്യമില്ല. അങ്ങനെ അവർ നൂറ്റാണ്ടുകളോളം അടിമ ജീവിതം നയിച്ച്. പക്ഷേ അതിൻ്റെ കാര്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് യുദ്ധം ചെയ്യാമായിരുന്നു, പ്രതികരിക്കാമായിരുന്നു. 100 വർഷം അടിമയെപ്പോലെ ജീവിക്കുന്നതിലും നല്ലത് ഒരു അടിമയെപ്പോലെ ജീവിക്കുന്നതിൽ നല്ലത് പുലിയായി 1 വർഷം ജീവിക്കുന്ന ഒരു ദിവസമെങ്കിലും ജീവിക്കുന്നതാണ് നല്ലത്. ഇതാണ് എൻ്റെ അഭിപ്രായം.